നേപ്പാളിൽ നിന്ന് അമ്മ ദിനാട്ടാ, അതെ, മദേഴ്സ് ഡേ. അപ്പോൾ നമ്മ ഇന്ന് നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് അമ്മമാരെ കണ്ട് സംസാരിച്ച് അവരെ ഒരുമിച്ച് കൂട്ടി അവർ ഇന്നത്തെ ഒരു ദിവസം മൊത്തം അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് അവർക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം വെച്ച് കൊടുത്ത് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. നേപ്പാളിലെ അമ്മമാരെ പറ്റി ചോദിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ ഒരു വിഷ്വലുണ്ട്. അതെന്താണെന്നറിയോ, അവരുടെ കുട്ടികളെ കങ്കാരുവിനെ പോലെ പുറകിലൊരു ഷാൾ കെട്ടി തൂക്കിയിടും. കങ്കാരുവിൻ്റെ ഫ്രണ്ടിലായിരിക്കും, ബട്ട് ഇവരെപ്പോഴും അവരുടെ കുട്ടീനെ പുറകിലൊരു ഷാളിൽ തൂക്കിയിട്ടിട്ടാണ് നടക്കുന്നത്. നമ്മിന്ന് തുടങ്ങിയത് കസേര കളിയിലാണ് കേട്ടോ. ആദ്യമൊക്കെ അവർ കുറച്ച് മടിച്ചു നിന്നിരുന്നെങ്കിൽ പിന്നെ അവരെ തന്നെ മറന്നായിരുന്നു ആ കസേര കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇവരുടെയൊക്കെ വീട്ടിൽ ടി വിയും കാര്യങ്ങളൊക്കെ റെയറാണ് കേട്ടോ. അപ്പോൾ ഇവർ 24 മണിക്കൂർ പണിയെടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഞാൻ കാണാറ്. എപ്പോഴും പാടം, എല്ലാവരുടെയും വീട്ടിൽ ചെറിയൊരു തോട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കൃഷിപ്പണിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് ഓടിച്ചാടി കിടക്കുന്ന അമ്മമാർ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നിങ്ങനെ ഒരു ദിവസം കിട്ടിയപ്പില്ലേ, അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തു നിന്നൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഡാൻസ് കളിച്ച് ആടിപ്പാടി അവസാനമായപ്പോൾ കളിയുടെ വാശി കൂടിയിട്ടാ, കസേര കളി മാറി കസേര ഇടിയായി. ബട്ട് ഇവിടുത്തെ അമ്മമാരുടെയൊക്കെ പരസ്പരമുള്ള സ്നേഹമൊക്കെ കാണുമില്ലേ, ഒരുപാട് സന്തോഷം കേട്ടോ. നല്ല രസമാണ് കാണാൻ. കസേര കളി കഴിഞ്ഞപ്പോൾ നമ്മൾ ബോൾ പാസിങ് ആയിട്ടാ, എല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാ. മത്സരശേഷം എല്ലാ വിജയികൾക്കും സമ്മാനമൊക്കെ കൊടുത്തിട്ടാ. അച്ഛൻ്റെ കൈ കൊണ്ട് സമ്മാനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. സന്തോഷം കൊണ്ട് അവർ കരയൊക്കെ ചെയ്തിട്ടാ. പിന്നെ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയൊക്കെ അവർക്ക് വേണ്ടി വിളമ്പി കൊടുത്തിട്ടാ. അവരത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാ. പൊതുവേ അമ്മമാരുടെ കയ്യിൽ നിന്ന് നമുക്കാണ് ഭക്ഷണമൊക്കെ കിട്ടാറ്, ബട്ട് ഇന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു വിട്ടാ. എന്തായാലും നേപ്പാൾ ജീവിതത്തിലെ ഈ ദിവസം ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാട്ടോ എൻ്റെ ജീവിതത്തിലാണ്. സത്യം പറഞ്ഞാലില്ലേ, ഇവരെക്കാളേറെ സന്തോഷമില്ലേ ഇവരുടെ മുഖത്ത് ഈ പുഞ്ചിരിയും സന്തോഷവും സ്നേഹവും കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാട്ടോ. അങ്ങനെ ഈ കൊച്ചു ജീവിതത്തിലില്ലേ എന്തൊക്കെയോ ചെയ്തെന്നൊരു തോന്നൽ. അങ്ങനെ പുതിയ യാത്രകളും രുചികളും തേടിയിട്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാട്ടാ. എല്ലാവരും കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.